ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ലോങ് വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ 5:30ക്കാണ് എഴുന്നേറ്റത്. മോൾക്ക് മദ്രസ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സൺഡേ ആണ്, പക്ഷെ എന്നാലും നേരത്തെ എണീക്കണം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പം നല്ല ഇരുട്ടാണ്. അങ്ങനെ ഞാൻ ഡോറൊക്കെ തുറന്ന് ഊത് പുകയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓണാക്കി വെച്ചു. കിച്ചണിൽ കുറച്ച് സുഗന്ധം പരക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ രാവിലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഗ്രീൻ ടീ ഇക്കാക്ക് ഡെയിലി കുടിക്കാറുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും, എന്നാലും ഇപ്പോൾ ഡെയിലി ആയിട്ട് കുടിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അതാദ്യം സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. കാരണം അത് നമ്മൾ തിളപ്പിച്ചിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത്രയും അത് അബ്സോർബായിട്ട് ആ വെള്ളത്തിലേക്ക് വരുമല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ തലേദിവസം ഗ്യാസൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റവ് അങ്ങോട്ട് നീക്കി വെക്കാറുണ്ട്. പിന്നെ പകലാണെങ്കിലും യൂസ് ചെയ്യലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനങ്ങോട്ട് അങ്ങനെ കുറച്ച് കയറ്റി വെക്കും. അല്ലെങ്കിൽ മോൻ വന്നിട്ട് അതുമ്മ എന്തെങ്കിലുമൊക്കെ തിരിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു. പിന്നെ ഇപ്പോൾ അതിലിട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീ ഡിസ്പെൻസറാണ്. നമ്മൾ മൂന്നാറിൽ നിന്ന് കഴിഞ്ഞ തവണ വരുമ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് അടുപ്പത്ത് ഗ്യാസുമ്മ വെച്ചു. പിന്നെ ഇത് നമ്മൾ വെറും വയറ്റിൽ ഒന്നെങ്കിൽ ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഇത് കുടിച്ച് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ തന്നെ ഗ്രീൻ ടീ കുടിക്കാൻ എന്തെങ്കിലും ചെയ്യാറ്. അപ്പോൾ അത് നമ്മൾ തലേ ദിവസം ഉലുവ, ജീരകം അങ്ങനത്തെ ഐറ്റംസൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ ഈ തിളപ്പിക്കാനുള്ള ഐറ്റംസൊക്കെ ആദ്യം തന്നെ തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തലേ ദിവസം നമ്മൾ കിടക്കാൻ പോകുമ്പോൾ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന് ബോട്ടിലത്തെ വെള്ളമൊക്കെ ബാക്കി വന്നൊക്കെ കുറച്ച് കളഞ്ഞ് ബോട്ടിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇന്നലെ തിളപ്പിച്ചതിൻ്റെ ബാക്കി വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് ഇന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് കുടിക്കാനുള്ള ബോട്ടിലും പിന്നെ ബാക്കി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടിലും ഒക്കെ ആയിട്ട് വെക്കും, ഫിൽ ചെയ്ത് വെക്കും. പിന്നെ ഇതിൽ വീണ്ടും ഇന്നൊക്കെയുള്ള വെള്ളം തിളപ്പിച്ച് വെക്കും. നാളെയും ഇതേ സെയിം സംഭവം തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ചെയ്യാറ്. തിളപ്പിച്ചാറിയ വെള്ളമാണ് എല്ലാവരും കുടിക്കാറ്. അങ്ങനെ പച്ചവെള്ളം ആരും കുടിക്കാറില്ല. അപ്പോൾ എന്തായാലും വെള്ളം ഇങ്ങനെ തിളപ്പിച്ചത് സ്റ്റോക്ക് വേണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. എൻ്റെ ബോട്ടിലാക്കി വെച്ചു. പിന്നെ കുട്ടികളുടെ ഒരു സിപ്പർ പോലത്തെ ഒരു ഗ്ലാസ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലും അവർ 3 പേരുടെ കുപ്പിയിലും പിന്നെ എൻ്റെ കുപ്പിയിലും ആക്കി കഴിഞ്ഞാൽ ഇന്നലെ തിളപ്പിച്ചതിൻ്റെ ബാക്കിയുള്ള വെള്ളം കംപ്ലീറ്റ് ആവും. പിന്നെയും ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ ചെറിയ ഏതെങ്കിലും കുടുക്ക പോലത്തേക്ക് ഏതെങ്കിലും നിറച്ച് വെക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റായി. പിന്നെ ഇനി ഇന്നൊക്കെ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. കുറച്ച് ദിവസമായിട്ട് ഈ അടുക്കൽ പെറുക്കൽ, അതുപോലെ കുറച്ച് വെള്ളമായി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ തുറക്കുക, അങ്ങനത്തെ കുറച്ച് ശീലങ്ങൾ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഇനി OCDയുടെ വല്ല തുടക്കമാണോ എന്ന് എനിക്ക് സംശയം.
അതിന്മേലെ അപ്പം ഞാൻ ഇതുപോലെ റബ്ബർ ബാൻഡൊക്കെ അതുപോലെ ഒരു ബോക്സിൽ നമ്മൾ എന്തെങ്കിലും പാഴ്സൽ ഫുഡ് വാങ്ങിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ റബ്ബർ ബാൻഡ് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ അതേപോലെ ഒരു എന്തോ ഫ്രൂട്ട് കിവിയുടെ അങ്ങനെ എന്തിൻ്റെ ഒരു ബോക്സാണ്. അപ്പോൾ ഞാനത് അങ്ങനെ അതിലിട്ട് വെക്കും. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് റബ്ബർ ബാൻഡ് തിരഞ്ഞാൽ ചിലപ്പോൾ കാണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ പോയിട്ട് ഫ്രണ്ടിലത്തെ ഡോറും ഒക്കെ തുറന്നു. ഞാൻ പൊതുവേ അങ്ങനെ കാലത്ത് ഫ്രണ്ട് ഭാഗത്തേക്ക് അങ്ങനെ വരാറില്ല. പിന്നെ ഇന്ന് വെറുതെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രണ്ടിലൊക്കെ വന്നു. അപ്പോഴും വെളിച്ചൊന്നും ആയിട്ടില്ല. ഏകദേശം 6:30 ആ സമയമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ 6:30 ആയിട്ടില്ല, 6:15 ഏകദേശം 6:15 ആ ഒരു സമയമാണ്. മൂത്ത മോൾക്ക് മദ്രസ വരുന്നത് 6:15 6:30 ആ ഒരു ടൈമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഗേറ്റൊക്കെ ഒന്ന് തുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുറ്റത്താണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ കച്ചറകൾ കിടക്കുന്നുണ്ട്. ഇപ്പോൾ കാലത്ത് തന്നെ അടിച്ചുവരി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് വീണ്ടും അതേപോലെ കച്ചറ കിടക്കും. അപ്പോൾ വൈകുന്നേരം അടിച്ചു വരാമെന്ന് വിചാരിച്ചു. പഴത്തിൻ്റെ മിതന്ന സംഭവങ്ങൾ വീഴുന്നത്, പിന്നെ അപ്പുറത്തെ ഭാഗത്ത് കസ്റ്റാർഡ് ആപ്പിൾ, ചക്കപ്പഴം എന്ന് പറയും, ആ സംഭവം പഴുത്തിട്ട് കിളി കുത്തിയിട്ട് താഴെ വീണത്, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ മോള് മദ്രസയിൽ വന്നപ്പോൾ അവൾ എനിക്ക് കാണിച്ചു തന്നു, ഇന്ന് സൂര്യൻ നല്ല തെളിഞ്ഞ് കാണാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചന്ദ്രൻ നല്ല തെളിഞ്ഞ് കാണാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഓക്കെ തോന്നി. പിന്നെ ഞാൻ ഫോണിലിങ്ങനെ സൂം ചെയ്ത് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തൊക്കെ കാണുന്ന പോലെ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ അപ്പോൾ അതവിടെ നോക്കിയെന്നാൽ ശരിയാവില്ല. നമുക്ക് തിരിച്ച് വീണ്ടും കിച്ചണിലേക്ക് തന്നെ വരാം. അപ്പോൾ ഞാൻ നേരത്തെ ഉലുവയും ഇതൊക്കെ സോക്ക് ചെയ്ത വെള്ളം എന്ന് പറഞ്ഞില്ലേ, അത് തിളപ്പിച്ചിട്ട് കുടിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ കുറച്ച് ചിയാ സീഡും കൂടി ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ചിയാ സീഡ് സോക്ക് ചെയ്ത് വെക്കാം. ചിയാ സീഡ് അങ്ങനെ സോക്ക് ചെയ്യാതെ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഏതൊക്കെയോ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ കേട്ടു. അപ്പോൾ ഞാൻ സോക്ക് ചെയ്ത് വെച്ചു. അല്ലെങ്കിലും സോക്ക് ചെയ്തിട്ട് തന്നെ കേട്ടോ യൂസ് ചെയ്യാറ്. പിന്നെ ഇന്ന് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് ദോശയും പിന്നെ കടലക്കറിയാണ്. അപ്പോൾ ഗ്രീൻ പീസ് കറിയാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ കുറച്ച് കടല ബാക്കിയുണ്ടായിരുന്നു സ്റ്റോക്കുള്ളതിൽ. അപ്പോൾ ഞാൻ അതും കൂടി അതിൽ കൂടെ ഇട്ടു. പിന്നെ ഗ്രീൻ പീസ് ഇങ്ങനെ നമ്മൾ ഉടച്ചു കഴിഞ്ഞാൽ കറി അത്ര തിക്നെസ് ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇവിടെ തേങ്ങ വെച്ചിട്ടുള്ള കറി അങ്ങനെ കാക്കും കുട്ടികൾക്കൊന്നും അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് കടലാകുമ്പോൾ അങ്ങനെ ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറിയും കുറച്ച് ഒരു തിക്നെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കെടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നോർമലായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഒരു ഹാഫ് സവാള, പിന്നെ അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടത് വേവിക്കാൻ വെച്ചു. പച്ചമുളകും കൂടി ഇടേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ മറന്നു പോയതാണോ അതോ ഫ്രിഡ്ജിൽ പോയിട്ട് എടുക്കാനുള്ള മടി കൊണ്ടാണോ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പിന്നെ മുളക് പൊടി ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. നമ്മുടെ മുളക് പൊടി നല്ല എരിവുള്ളതാണ്. പിന്നെ അവസാനം കുരുമുളക് പൊടി ഇടും ഇതിൽ. അപ്പോൾ പിന്നെ പച്ചമുളകിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ സമയം കൊണ്ട് വെള്ളമൊക്കെ കുടിക്കാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചതുണ്ടായിരുന്നല്ലോ, അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ദാഹശമനി ഇട്ടിട്ടാണ് തിളപ്പിക്കാറ്. പിന്നെ ദാഹശമനി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വെടിക്കാൻ വിട്ടുപോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജീരകം ഇട്ടിട്ട് തിളപ്പിക്കാറുണ്ട്. ചില സമയത്ത് പനിക്കൂർക്ക എന്നൊക്കെ പറയില്ല, അതും തുളസിയും കൂടി ഇട്ട് തിളപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഇട്ട് തിളപ്പിക്കാം. അങ്ങനെ ഇലയൊക്കെ ഇട്ട് തിളപ്പിച്ച ദിവസം നമുക്ക് പിറ്റേ ദിവസത്തേക്ക് വെക്കാൻ ഞാനങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇല വാടിയ പോലത്തെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചിട്ട് തിളപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ച് പിന്നെ കറിക്കുള്ള ഇത് വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ദോശ അരി വെള്ളത്തിലിട്ടിട്ട് അരച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് രാഗിയും കൂടി അതിൻ്റെ കൂടെ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് അരക്കുന്നത്. പിന്നെ അതിലേക്ക് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ചെറിയ ജീരകം കൂടി ചേർക്കാറുണ്ട്, പക്ഷെ ഞാൻ വിട്ടുപോയി. പിന്നെ ഞാൻ അവസാനം ഉള്ളിയും ചെറിയ ജീരകം കൂടിയിട്ട് ചോപ്പറിലിട്ടിട്ട് അങ്ങനെ ഉള്ളി ചോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ജീരകം ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് ഇതാണെങ്കിൽ ആ ജീരകത്തിൻ്റെ ഫ്ലേവർ ഒന്നുകൂടി കിട്ടും. അപ്പോൾ അത് അങ്ങനെ മിക്സിയിൽ അരക്കാൻ വെച്ചു. ആ സമയത്ത് കുക്കർ ഏകദേശം ഒരു 3 വിസിൽ
ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അത് അങ്ങനെ അവിടെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ആ പ്രഷറൊന്ന് പോകുന്നവരെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്ത അളവ്, അരിയുടെ അളവ് 2 തവണ അരക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ നാളേക്കും എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ കാക്കു ഇങ്ങനെ അരി അരച്ചിട്ടുള്ള ദോശ ഒരു ദിവസം 3 നേരം കൊടുത്താലും കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പൊതുവേ എനിക്കും കുട്ടികൾക്കും വലിയ താല്പര്യമില്ല ഈ ദോശ. പിന്നെ എല്ലാ ദിവസവും മീൻസ് കൂടുതൽ ദിവസം അരിപ്പൊടി കലക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ദോശ ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കാറ്. പിന്നെ ഇടയ്ക്കൊന്ന് കാക്കൊരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇതും ഉണ്ടാക്കും. എല്ലാവരുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണമല്ലോ. അപ്പോൾ അരിയുടെ അളവ് കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട്, അരി ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാഗിയും കൂടി ഇട്ടു. പിന്നെ രാഗി അങ്ങനെ കുട്ടികൾക്ക് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കഴിക്കാറില്ല. കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും നമുക്കും എല്ലാവർക്കും നല്ല ഹെൽത്തി ഫുഡാണല്ലോ. അപ്പോൾ രാഗി അതിൻ്റെ കൂടെ കിടന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അത് അകത്ത് കഴിക്കോളും. അപ്പോൾ ആ സമയം ഞാൻ ചോറിനുള്ള അരിയും വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ചപ്പോൾ അരിയും കൂടി ഇട്ടു. ഈ രാവിലെ തന്നെ ഈ അടുക്കളത്തെ പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെറ്റാവില്ല. പിന്നെ നമ്മൾ ഫ്രീ ആകും, ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. പിന്നെ കുറേ സമയം ഫ്രീ ഉണ്ടാവും. പിന്നെ എനിക്ക് പൊതുവേ ഇങ്ങനെ ഞാൻ ഒറ്റക്കായിട്ടുള്ള സമയത്ത് കുക്ക് ചെയ്യാനും ഒക്കെയാണ് കൂടുതലിഷ്ടം. ബാക്കിയുള്ള സമയം എല്ലാവരും എണീറ്റ് വന്നാൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ പിന്നെ എനിക്ക് മടി വരും, പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് മടി വരും. ഞാൻ അവരുടെ കൂടെ ഇരുന്നിട്ട് വർത്താനം പറയും, കളിക്കും, അങ്ങനെയൊക്കെ ആയിട്ട് പോകും. പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ പൂച്ചക്കുട്ടിയാണ്, കാത്തുവാണ് ഇതിന് നമ്മൾ പേര്. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ആ കാത്തു കാർട്ടൂണിലെ കാത്തുവിൻ്റെ പോലെ ഉള്ളത് കൊണ്ടാണ് നമ്മളിതിനെ കാത്തു എന്ന് വിളിക്കുന്നത്. നമ്മളൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. നമ്മൾ മുന്നത്തെ വീഡിയോസിൽ ഞാൻ ഒരു പൂച്ചനെ കാണിച്ചിട്ടുണ്ട്. അതിനെ അമിനു എന്നാണ് വിളിച്ചിരുന്നത്. ആ പൂച്ചൻ്റെ കുട്ടിയാണിത് കേട്ടോ. മീൻസ് നമ്മൾ ഇവിടെ വീട്ടിൽ അങ്ങനെ വളർത്തുന്ന പൂച്ചയല്ല, നോർമൽ അങ്ങനെ നാടൻ പൂച്ചയായിട്ടുള്ള പൂച്ചയാണ്. പക്ഷെ നമ്മളിവിടെ ഫുഡൊക്കെ കൊടുത്ത് നമ്മളിവിടെ അങ്ങനെ നല്ല ഇണക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗ്രീൻ ടീ കുടിച്ച് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഇത് ആക്ച്വലി ഒരു ടാസ്ക്കാണ്. പിന്നെ കുടിക്കാം, നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ അടുക്കളയിൽ ഒതുക്കിയിട്ട് ഞാനത് ഇരുന്ന് ഇങ്ങനെ കുടിക്കുകയായിരുന്നു. അപ്പോൾ കാത്തു എൻ്റെ കാലിൻ്റെ അടുക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ മീനൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുടിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കാത്തുവിൻ്റെ മടിയൊക്കെ ചാടി. എനിക്ക് സംഭവം ഇഷ്ടമാണ് പൂച്ചേനെയും അങ്ങനത്തെ അനിമൽസിനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പേടിയാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. മാന്തോ കടിക്കോ അല്ലെങ്കിൽ കൊത്തുവോ അങ്ങനത്തെ ഒക്കെ പേടിയുണ്ട്, ബേർഡ്സ് ആണെങ്കിലൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ പുറത്തിറങ്ങി കുറച്ച് നേരമൊക്കെ ഒന്ന് ഒരു മീ ടൈം പോലെ അങ്ങനെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആയിരുന്നു. അപ്പോൾ കാത്തു പിന്നെ നമ്മൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. ഇക്കാടെ മെയിൻ ആളാണ്, അതുപോലെ മോൻ്റെയും. ഇവർ രണ്ടാളും ഫുൾ ടൈം ഇതിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരായിട്ട് നല്ല അറ്റാച്ച്മെൻ്റാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടക്കേടില്ല, പക്ഷെ എനിക്ക് പേടിയാണ്. മാന്തുവോ കടിക്കുമോ അങ്ങനത്തെയൊക്കെയുള്ള പേടിയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഏറുമാടത്തിൻ്റെ അവിടെ പോയിരിക്കാമെന്ന്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് കുറേ ആയിട്ടുണ്ടാവും. ഞാൻ പൊതുവേ ഇങ്ങോട്ടൊന്നും വരാറേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, മടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ കാണിക്കാറില്ല, നമ്മൾ കുറച്ച് താറാവ്, കോഴി അങ്ങനത്തെ കുറച്ച് ഐറ്റംസിൻ്റെ ഒക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടാണ്. അപ്പോൾ അവരും ഇതുപോലെ നമ്മൾ ഗേറ്റ് തുറക്കുന്ന സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും. പിന്നെ ഒക്കെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കാറ്. പിന്നെ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഹൈവേയിലൂടെ വണ്ടി പോണേ കാണും. പുതിയ പാലത്തിൻ്റെ പുതിയ ഹൈവേ ഉണ്ടല്ലോ. നൈറ്റ് കാണാനാണ് നല്ല രസമായിട്ട്. ലൈറ്റും വണ്ടികൾ പോകുന്ന ലൈറ്റും പിന്നെ റോഡിൽ ലൈറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ അങ്ങനെ നമ്മളൊരു ഊഞ്ഞാലൊരു കൊട്ട പോലത്തെ ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും പിന്നെ ഇക്കാൻ നീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവരെയും കൂടി നമ്മളുടെ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന്. കാത്തുവിനെ കൊണ്ട് കളിക്കാൻ തുടങ്ങി.
പിന്നെ ഓപ്പർച്യൂണിറ്റി എല്ലാത്തിനും അങ്ങനെ നിന്ന് കൊടുക്കും കേട്ടോ. നമ്മളൊക്കെ ആയിട്ട് ഭയങ്കര ഇണക്കാണ്, പ്രത്യേകിച്ച് ഇക്കാനായിട്ട് ഭയങ്കര കൂട്ടാണ്. ഒക്കെ ഇങ്ങനെ മടിയിലിരുത്തിയിട്ട് തലോടിയിട്ടും ഫുഡ് കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കും. നമ്മളെ കൂടെ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ അടുത്ത്. അപ്പോൾ അത് നമ്മൾ ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ട്രേ ആണ്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇപ്പം തന്നെ ഫുഡ് കൊടുക്കില്ല, ഇപ്പോൾ അവരെ വിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡ് കൊടുക്കുക. അപ്പോൾ കട തുറന്നു അവർക്ക് പുറത്തേക്ക് വരാനും, അവരിങ്ങനെ അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിട്ടു. ഇനി കുറച്ച് നേരം അവരവിടെ അങ്ങനെ ഫ്രീ ആയിട്ട് നടന്നതിന് ശേഷം ഏകദേശം ഒരു 10 മണിക്കൊക്കെയാണ് നമ്മൾ ഫുഡ് കൊടുക്കാറ്. ഇക്ക ഉള്ളപ്പോൾ ഇക്ക തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാറ്, അവരെ കാര്യങ്ങളൊക്കെ നോക്കാറൊക്കെ. ഇൻ കേസ് ഇപ്പം എന്തെങ്കിലും വേറെ ആവശ്യങ്ങൾക്കൊക്കെ നേരത്തെ പോവുകയാണെങ്കിൽ ഞാൻ കൊടുക്കും. ഇവരും ഈ പറഞ്ഞ പോലെ എനിക്ക് പേടിയാണ്. നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ട് അവർ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി ഓടി വരുമല്ലോ. അപ്പോൾ എനിക്ക് പേടിയാണ്. പിന്നെ ഇവരെ ആദ്യം അങ്ങോട്ട് ഒരു കവർ കൊണ്ട് അങ്ങനെ വീശിയിട്ട് അങ്ങനെ അവരെ മാറ്റി നിർത്തിയിട്ട് ഫുഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെയൊക്കെ ചെയ്യാറ് ഞാൻ ചെയ്യുമ്പോൾ. ഷിക്കാക്ക് ഒന്നും പ്രശ്നമില്ല, കാലുമക്കൂടെയും കൈമക്കൂടെ ഒക്കെ അങ്ങോട്ട് കൊണ്ട് കൂടും വേറൊക്കെ ചെയ്യും. അപ്പോൾ അത് നമ്മളിങ്ങനെ മോട്ടർ അടിച്ചിട്ട് കുറച്ച് വെള്ളം അവിടെ ഇങ്ങനെ അവർക്കിങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് അതിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഒരു തള്ളക്കോഴിയും 4-5 കുട്ടികളും 11 കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ 8-9 കുട്ടികളാണെന്ന് തോന്നുന്നു. ബാക്കി 2 കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുത്. അപ്പോൾ കൊണ്ടുവരുമ്പോൾ തന്നെ ചെറിയതായിട്ടൊരു ക്ഷീണം പറ്റിയ പോലെ ഉണ്ടായിരുന്നു, അങ്ങനെ പിന്നെ ചത്തുപോയി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ ഇതാക്കിയിട്ട് ഞാൻ പിന്നെ കിച്ചണിലേക്ക് പോന്നു. കാരണം ഇക്കാക്ക് ഇപ്പോൾ ഇലക്ഷൻ്റെ ഓട്ടമാണ്. അതായത് ഈ വണ്ടിയിൽ ബോക്സും അതിൻ്റെ ബാനറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രചരണത്തിൻ്റെ ഉണ്ടല്ലോ. അപ്പോൾ കട വണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കാക്ക് നേരത്തെ പോകണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ മോള് മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മൂത്ത മോള്. അപ്പോൾ അവൾക്കും ഫുഡ് കഴിക്കാനുള്ള നേരമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അരച്ച് വെച്ചെല്ലാം സെറ്റ് ചെയ്തിട്ടാണല്ലോ പോയത്. അങ്ങനെ ദോശ ചുട്ടു. ദോശ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അരിയും രാഗിയും കൂടിയിട്ട് അങ്ങനെ അരച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ചട്ടിയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് കിട്ടി. നമ്മൾ നോർമൽ ഞാൻ അരച്ചിട്ട് മീൻസ് അരി മാത്രം അരച്ചിട്ട് ചെയ്യാറില്ല, അതിനേക്കാൾ നല്ല പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ സന്തോഷമായി. അങ്ങനെ അത് വെച്ചു. പിന്നെ കാപ്പിക്ക് വേണ്ടിയിട്ട് പാല് അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് തന്നെ കറി ഇനി തൂമിക്കാനും ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലും കൂടി ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി വിസിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദോശ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ക്രിസ്പിനെസ്സും ഉണ്ടായിരുന്നു, എന്നാൽ സോഫ്റ്റും ആയിരുന്നു. അങ്ങനത്തെ ഒരു നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നും. അപ്പോൾ ഞാനങ്ങനെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോളവിടെ തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ ഷൂട്ട് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളാണ് ഷൂട്ട് ചെയ്ത് തന്നത്. അല്ലെങ്കിൽ ട്രൈപോഡിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ദോശ അങ്ങനെ കഴിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ആ സമയം കൊണ്ട് തന്നെ കറിയും തൂമിക്കാൻ വെച്ചു. പാല് ചൂടായിട്ട് അതിൽ പിന്നെ ഞാൻ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടി വേറെ കപ്പിലേക്ക് ഇട്ടിട്ട് പിന്നെ അങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ കറി തൂമിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണിപ്പോൾ. അപ്പോൾ അത് കണ്ടത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് ഞാൻ ഈ ടൈമായി കഴിഞ്ഞാൽ ഇതിൽ തേങ്ങ അരച്ച് ഒഴിക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുക എന്തെങ്കിലും ചെയ്യും. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് തേങ്ങ ഒഴിച്ചിട്ടുള്ളതാണ് ഇഷ്ടം. പിന്നെ എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാറില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ കറി കൂട്ടണം തോന്നുകയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യും. ജസ്റ്റ് ഒന്ന് കടുകും കറിവേപ്പിലയും കൂടിയിട്ട് തൂമിക്കും. തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടും. പിന്നെ അതുപോലെ കറിയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടും. ഇങ്ങനെയാണ് ഞാൻ പൊടിയെ തൂമിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണെങ്കിൽ തൂമിക്കുന്ന സമയത്ത് അതിന് മീതെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് പിന്നെ തൂമിച്ചതിൽ കുറച്ച്
മല്ലിപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ കറി സെറ്റായി. അപ്പോൾ ഞാനിങ്ങനെ നോർമലായിട്ട് പ്രത്യേകിച്ച് സ്കൂളൊന്നും അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ ഇതുപോലെയൊക്കെയാണ് ചെയ്യാറ്. ഒരുവിധമൊക്കെ എല്ലാം ഒന്ന് മോർണിംഗിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒരു മീ ടൈം പോലെ അങ്ങനെ എടുക്കാറുണ്ട്. പിന്നെ മോൻ എണീറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും അതൊന്നും നടക്കില്ല. പിന്നെ ഒരാൾ മദ്രസയിൽ പോയി വന്ന് അടുത്ത ആൾ അവൾ സ്കൂളിൽ പോകുന്ന ടൈം ആകുമ്പോഴേക്കും അടുത്ത ആൾ മദ്രസയിൽ നിന്ന് വരും. പിന്നെ അവൾ സ്കൂൾ ടൈം അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഏകദേശം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കാക്ക ഫുഡ് കൊടുത്തു ഒക്കെ പോയി. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഞാൻ വിചാരിച്ചു പരിപ്പും പിന്നെ ഞാൻ മുന്നേ കാണിച്ചിട്ടില്ലേ നമ്മളെ പറമ്പിൽ തന്നെയുള്ള ഒരു ചീര, അപ്പോൾ അതും കൂടിയിട്ട് ഒരു താളിച്ച പോലെ ഒരു കറി വെക്കാമെന്നും പിന്നെ കൂന്തൽ റോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കൂന്തൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്കും ഒരു ഭയങ്കര ഇഷ്ടമെന്നല്ല, ഒരു ഓക്കെയാണ്. ആദ്യം ഞാൻ തീരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ അങ്ങനെ കൂന്തൽ അതുപോലെ ഞാൻ മുന്നേ കഴിക്കാത്ത ഐറ്റംസൊക്കെ കഴിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ കുറച്ചായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കൂന്തലുള്ള ദിവസം എന്ന് വെച്ചാൽ ഇത് നന്നാക്കി ക്ലീൻ ചെയ്ത് വരാൻ കുറച്ചധികം ടൈം എടുക്കും. എനിക്കാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറൊക്കെ എന്തായാലും എടുക്കും. ഇത് 1 കിലോ ആണെന്ന് തോന്നുന്നു ഉള്ളത്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഒക്കെ കട്ട് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഈ കറിയുടെ പരിപാടിക്ക് നിന്നിട്ടുള്ളത്. ചോറൊക്കെ പിന്നെ കാലത്ത് തന്നെ ആയല്ലോ. അപ്പോൾ പിന്നെ കൂന്തളും ഞാൻ ഉണ്ടാക്കുന്ന പകുതി വീഡിയോ എടുത്തോളൂ. അപ്പോഴത്തേക്കും പിന്നെ എൻ്റെ താത്തയും കുട്ടികളൊക്കെ വന്നു. പിന്നെ ഞാൻ അവരായിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ മടിയായി. അപ്പോൾ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഞാൻ പരിപ്പ് വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇല വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് അതിൻ്റെ മീതെ ഇടുക. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും ലാസ്റ്റ് വെന്തതിന് ശേഷം കുറച്ച് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പരിപ്പ് അടിയിൽ കട്ട കുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് വെള്ളത്തോടെ തന്നെയാണ് ഇഷ്ടം ഈ കറി. ഇങ്ങനത്തെ ഇലകളൊക്കെ കറി വെക്കുമ്പോഴല്ല ഉപ്പേരി ആണെങ്കിലും അങ്ങനെ താളിക്കാണെങ്കിലും ഞാൻ കുറച്ച് വെള്ളത്തോടെ തന്നെയാണ് ചെയ്യാറ്. എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 2 വിസിലടിച്ചു. എന്നിട്ടൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഉള്ളി മുളകും ഒക്കെ കുത്തിയിട്ടിട്ട് തൂമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതും ഒരു അച്ചാറും മാത്രം മതി ചോറുണ്ണാൻ. പിന്നെ ഇന്ന് കൂന്തൽ റോസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഇന്ന് മോർണിംഗിൽ ഉള്ള കുറച്ച് വിശേഷങ്ങൾ. പിന്നെ ഞാൻ കൂന്തൽ നന്നാക്കി വന്ന് അതൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഏകദേശം ഉച്ചയായിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കാണാം. ബായ്.